ഇതെന്താ എയർ ഇന്ത്യ എയർവേസിന്റെ കൊമ്പുണ്ടാ? ബാക്കിയുണ്ട് ഒരു എയർവേസിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. കുവൈറ്റ് എയർവേസിന് പ്രശ്നമില്ല, ജസീറ എയർവേസിന് പ്രശ്നമില്ല. ഒക്കെ അവരൊക്കെ കുവൈത്ത് ഗവൺമെന്റ് പറഞ്ഞ നിയമപ്രകാരമുള്ള സർക്കുലർ പ്രകാരം പാസഞ്ചർ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ജൂൺ 2, ഇന്നലെ 6 മാസം കഴിഞ്ഞ ആൾക്കാർ, 7 മാസം കഴിഞ്ഞ ആൾക്കാർ, 8 മാസം കഴിഞ്ഞ ആൾക്കാരൊക്കെ കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് കുവൈത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് മാത്രമാണ് ഈ ഒരു പ്രശ്നം. ഇപ്പൊ ഈ 1-ാം തീയതി മുതലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവർ ഈ ഒരു പരിപാടി തുടങ്ങി. ഇന്നലെ നല്ല ഇവർ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. കോവിഡിന്റെ സമയത്ത് ഇതേപോലെ പാസഞ്ചർ എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നാട്ടിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കിയിട്ട് 2 പാസ്പോർട്ടുമായിട്ട് വന്നിട്ട് ഇവർ യാത്ര ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല. ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് താഴെ 1-2 കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ മാസം 31-ന് ആ ഒരു നിയമം തീർന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ആ തീർന്നെന്ന് പറഞ്ഞിട്ട് കുവൈത്ത് ഗവൺമെൻറ് എങ്കിലും സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അറബി പത്രത്തിൽ അതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്? ഇല്ലല്ലോ. ആ ഒരു നിയമം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. കുവൈത്ത് ഗവൺമെൻറ് അന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സർക്കുലർ ആയിരുന്നു. നോർമലായിട്ട് നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ 6 മാസമാണ് നിൽക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. അതിൻ്റെ മുകളിൽ 3 മാസം എക്സ്ട്രാ എന്നാണ് നമ്മൾ നാട്ടിൽ പോയിന് അന്ന് മുതൽ 9 മാസം വരെ നാട്ടിൽ നിൽക്കാം. അത് പ്രകാരം കുവൈത്ത് എയർവേസും ജസീറ എയർവേസും പാസഞ്ചർ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എയർപോർട്ടിലൊന്നും ചോദിക്കുന്നില്ല, നോർമലായിട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ അവർ വിസ വാലിഡിറ്റി ഉണ്ട് എന്ന് മാത്രം ചെക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അതിന് ഒരുപാട് ഞാൻ 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഓൾറെഡി 7 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്, ജസീറയിൽ വന്നത്. അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. അപ്പം ഞങ്ങളാണ് ആ ബോർഡിംഗ് പാസ് ഞങ്ങൾ തപ്പിയിട്ട് കിട്ടിയില്ല. എൻ്റെ അടുത്ത് കയ്യിലില്ലപ്പോൾ എവിടെ വെച്ചെന്നൊരു ഐഡിയ. ന്യായങ്ങളാണ് അവർ പറയുന്നത്. അതായത് ഞങ്ങൾക്ക് കുവൈത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു സർക്കുലറോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. ഇങ്ങനെ പാസഞ്ചറൊക്കെ വരുന്ന സമയത്ത് അവരതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് ഈ എന്താ പറയുക, ടിക്കറ്റ് ചാർജ് അറിയാലോ, എടുത്താൽ പൊങ്ങാത്ത ചാർജാണ് അവർ വാങ്ങിക്കുന്നുള്ളത്. അവർ മാത്രമല്ല എല്ലാവരും വാങ്ങിക്കുന്നുള്ളത്. ഈ പൈസയും കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ എത്ര വിഷമാവും. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ കോഴിക്കോട് നിന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് വീണ്ടും തിരിച്ച് അവിടെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കുവൈത്തിലെ എയർ ഇന്ത്യൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് അവർ വ്യക്തമായിട്ടൊരു ആൻസർ അവർ തരുന്നില്ല. അതുപോലെ തന്നെ നാട്ടിൽ വിളിച്ച് അവരും സംസാരിക്കാനേ തയ്യാറാകുന്നില്ല. ഇതാണ് ഇവരുടെ സ്വഭാവം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് 6 മാസം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കുവൈറ്റ് എയർവേസ് അതല്ലെങ്കിൽ ജസീറ എയർവേസ് അതിന് ഏതിനെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് വരിക. ഇവന്മാരെ കളിപ്പിക്കും. ഇന്നും ഇന്നലെ തുടങ്ങിയ സ്വഭാവമല്ല ഇവരത്, പണ്ടേയുള്ള സ്വഭാവമാണ്. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞെങ്കിൽ അതിന് വ്യക്തമായ മറുപടിയോ കാര്യങ്ങളൊന്നും ഇവർ തരുന്നില്ല. ഇപ്പം ഇതിൻ്റെ താഴെ കുറേ കമൻറ്റ് വരും, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്ക് ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് തന്നെ വേണം അവരെല്ലാം ഉണ്ടോയെന്ന്. എന്തെങ്കിലും പ്രശ്നമായിട്ട് ഫ്രീ ആയിട്ട് ഈ എയർ ഇന്ത്യ നമ്മളെ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല? ഇല്ലല്ലോ. മിലിറ്ററി ഫ്ലൈറ്റ് വന്നിട്ട് ആൾക്കാരൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാതെ എയർ ഇന്ത്യ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അവർക്ക് കുറേ ഇങ്ങനെ കാലും കൈയും പിടിച്ച് താഴെ നിന്നിരുന്ന ഒരു കാര്യമില്ല. മാക്സിമം കുവൈറ്റ് എയർവേസിനോ ജസീറ എയർവേസിനോ ടിക്കറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതല്ലെങ്കിൽ ഇവന്മാർ ഇട്ടുരുട്ടും. വരാൻ വേണ്ടി വരാം, പൈസ കളയണ്ട. അത്രേ എല്ലാവരോടും പറയാനുള്ളൂ. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കും. താങ്ക് യു.